ഹലോ എവരിവൺ, വെൽക്കം ടു ഹൂ ദ ബൈക്കർ, വെൽക്കം ടു എയ്തർ 450X. ഇതിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ ഓർക്കുന്നു രണ്ടാമത്തെ മൂന്നാമത്തെയോ ഒരു വീഡിയോ എയ്തർ 450Xും എയ്തർ 450ക്ക് ഇറങ്ങിയ ഒരു ടൈമിൽ ആ ഷോറൂമിൽ പോയിട്ടുള്ളൊരു വാക്ക് അറൗണ്ട് റിവ്യൂ ആയിരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം എൻ്റെ ബ്രദർ ഈ ഒരു വാഹനമൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതൊരു എ ഡേ വിത്ത് ആൻ എയ്തർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ ആക്ച്വലി എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നുണ്ടോ. ഞാനിപ്പോൾ വേറൊരു പരിപാടിക്ക് എറണാകുളത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്സിൻ്റെയൊക്കെ ചരിത്രം കഥയൊക്കെ മാറ്റി തിരുത്തിയ ഒരു വമ്പൻ ടീമിനെ കാണാനും പുള്ളി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതേതാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ചേഞ്ചസ് സംഭവമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പോലീസ് ഹെൽമെറ്റിൽ ക്യാമറ വെച്ചതിന് പൊക്കുമോ? അതായത് ഞാൻ ആലോചിച്ചറിയാം, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു മെയിൻ റോഡിൽ ഞാനൊരു ഹെൽമെറ്റിൽ ക്യാമറ വെച്ചപ്പോൾ ഞാൻ ആലോചിച്ചു പോലീസ് പൊക്കുവാണെങ്കിൽ എന്ത് പറയുമെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, അതായത് സാറേ ഈ റോഡിൽ അക്രമം കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റണ്ട് കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നവനെയും അല്ലാതെ ഇപ്പോൾ മാന്യമായിട്ട് റിവ്യൂ വീഡിയോ എടുക്കുന്ന അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട് അവൻ്റെ ക്യാമറ പോർട്രേറ്റ് മോഡിലായിരിക്കും, എൻ്റേത് ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും എന്നുള്ളതാണ് ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കൊടുക്കണം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കോ അവരുടെ സാർമാർക്കെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഗോപ്രോ ഹീറോ 12 എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ചിട്ടും അവർക്ക് പോർട്രേറ്റ് വീഡിയോ എടുക്കാം. പോർട്രേറ്റ് വീഡിയോ എടുക്കുന്നവരെ അടച്ചു പറയുന്നതല്ല കേട്ടോ, ഞാനും അങ്ങനത്തെ വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സ്റ്റണ്ടൊക്കെ കാണിച്ചിട്ട് റോഡിൽ ഷോ കാണിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് മാക്സിമം വേണ്ട എന്തായാലും ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ടുള്ള പോർട്രേറ്റ് വീഡിയോസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് ഒഫൻഡഡ് ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ടിട്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനപ്പോൾ ഇന്നത്തെ ഏതൊരു 450X ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എറണാകുളത്തിന് പോകേണ്ട കാര്യം ഉണ്ടാകും. ഞാൻ ബൈക്കുമായിട്ട് പോകണമെന്നാണ് വെച്ചത്, പക്ഷേ ബൈക്കിന് വേറെ ആവശ്യമുണ്ടോ ഇതുകൊണ്ട് എനിക്ക് ഈ ഒരു വണ്ടിയായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിന് ഏകദേശം 89% ബാറ്ററിയാണ് കാണിച്ചിരുന്നത്. സ്പോർട്ട് മോഡലായിട്ടിരുന്നപ്പോൾ കാണിച്ചിരുന്നത് 70 കിലോമീറ്റേഴ്സ് പോകാമെന്നായിരുന്നു കേട്ടോ എൻ്റെ റേഞ്ച് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഓല ടെസ്റ്റ് റൈഡ് ചെയ്ത സമയത്ത് അതിലൊരു ഫോഴ്സ്ഡ് റീജിയൻ നമുക്ക് ചെയ്യാറുണ്ട്. അതായത് ആക്സിലേറ്റർ പൂർണ്ണമായിട്ട് വിട്ടിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ്ഡ് റീജിയനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലും അങ്ങനെ ഉണ്ടാവും, എനിക്ക് ആക്ച്വലി ഇതിലങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലും അങ്ങനെ ഉണ്ടാവും എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെറുതെ ഓടിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഞാൻ ആക്സിലേറ്റർ തിരിച്ച് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കാണിക്കുമ്പോൾ ഇതിൽ റീജിയൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. ആ ഒരു റീജിയൻ്റെ ബ്രേക്കിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് കൊള്ളാലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദറിൻ്റെ ബൈക്കാണ്, അപ്പോൾ സ്കൂട്ടറാണ്, പുള്ളി പറഞ്ഞില്ല അത്. അപ്പോൾ പുള്ളിക്ക് അറിയില്ലായിരിക്കും മേ ബി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, എത്രമാത്രം കിട്ടുമെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ വേറെ പറയുന്നത് ഇതിൻ്റെ പുതിയ, അതായത് എൻ്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞ് 3rd വേർഷൻ കഴിഞ്ഞ പിന്നെ ഇത് നമുക്ക് സോഫ്റ്റ്വെയർ ഇവിടെ ഈ ഒരു ഇതിൻ്റെ മീറ്റർ, അതായത് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാം. അതായത് കോസ്റ്റിംഗ് റീജിയൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ തിരിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അതും ക്ലിയർ ആയിട്ട് എനിക്ക് വീഡിയോസിൽ നിന്ന് മനസ്സിലായില്ലായിരുന്നു. ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ചിലപ്പോൾ എത്ര ഓണേഴ്സിന് തന്നെ അറിയിലുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോസ്റ്റിംഗ് റീജിയൻ എന്നൊരു സംഭവം ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട ഒരു ഫ്രണ്ടിലൊരു കാർ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തപ്പോൾ തന്നെ അത് കോസ്റ്റിംഗ് റീജിയൻ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവായിട്ട് ആ ഒരു ബാറ്ററി വീണ്ടും റീചാർജ് ആവുന്നുണ്ട് പതിയെ. അപ്പോൾ അത് എത്രമാത്രം എഫക്റ്റ് ഉണ്ടാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 70 കിലോമീറ്റേഴ്സ് ആയിരുന്നു റേഞ്ച് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇതിൽ റേഞ്ച് കാണിക്കുന്നത് 58 കിലോമീറ്റേഴ്സാണ്. എന്ന് വെച്ചാൽ 12 കിലോമീറ്റർ ആയിരിക്കണമല്ലോ ഞാൻ ഓടിയിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, കറണ്ട് റൈഡ് 16 കിലോമീറ്ററാണ്. അപ്പോൾ 16 കിലോമീറ്റർ ഞാൻ ഓടിയപ്പോഴും ഇവരുടെ ഒരു കാൽക്കുലേഷനിൽ 12 കിലോമീറ്റർ റേഞ്ചിൽ നിന്നും കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 4 കിലോമീറ്ററിൻ്റെ ഒരു ലാഭം മേ ബി എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈൽ കൊണ്ടും ആയിരിക്കും കേട്ടോ. ഞാൻ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നുമല്ല ഓടിക്കുന്നത്, ഒരു 40-50 ആ ഒരു സ്പീഡിലാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓണേഴ്സിൻ്റെ അഭിപ്രായം വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്കോ മോഡിലോ സൂപ്പർ ഇക്കോ മോഡിലൊന്നും ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്പോർട്ട് മോഡിലാണെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് ആക്സിലേറ്റർ ചെയ്യുന്നതും അതുപോലെ ഡീസൻ്റ് സ്പീഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു റേഞ്ച് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഒരു ഓണേഴ്സിൻ്റെയൊക്കെ അഭിപ്രായം. സ്പോർട്ട് മോഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പവറും കിട്ടും. വാർപ്പ് മോഡിൻ്റെ അത്രയും ഭീകര പവറൊന്നുമല്ല. ഒരു പഴയ ഒരു SD പോകുന്നുണ്ട്, KCF 3476 കൊള്ളാം. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ഞാൻ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്ക് അടുത്തേക്കാണ്. ഇവിടെ ഒരുപാട് 2 സ്ട്രോക്ക് പ്രേമികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ബൈക്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതുപോലെ മോട്ടോഗ്രാഫർ ബാബ്സിനെയൊക്കെ അറിയായിരിക്കും. പുള്ളിയുടെയൊക്കെ വീടും പുള്ളിയുടെ ഏരിയയൊക്കെ ഇതിനൊക്കെ അടുത്തൊക്കെ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞൊരു സംഭവം. ഞാനിപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇതിലെ ഒരു റേഞ്ചിൻ്റെ ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഈ ഒരു ആക്സിലേറ്റർ ഞാൻ കൈ അതിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് റീജനിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് ആനിമേഷൻ. പക്ഷേ ഇത് നമുക്കുണ്ടല്ലോ ഇത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കൈ എടുത്ത് കഴിയുമ്പോൾ വാഹനം നിൽക്കേണ്ടതിനേക്കാൾ കുറച്ചുകൂടി ഭയങ്കര പെട്ടെന്ന് നിന്ന് പോകുന്നുണ്ട്. കാരണം ആ ഒരു കോസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടല്ലോ, അതായത് ഫ്രീ ആയിട്ട് വാഹനം നീങ്ങുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ വിയേർഡായിട്ട് തോന്നും. പക്ഷെ ഒന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റേഞ്ചിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതൊന്ന് എനിക്ക് തോന്നുന്നത് അത് യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ കുറേയൊക്കെ ഡെലിബറേറ്റ്ലി ഇങ്ങനെ ആക്സിലേറ്റർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഞാനൊരു റീജൻ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയ ഇറക്കത്തിലൊക്കെ വരെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഫാസ്റ്റായിട്ട് പോകേണ്ട കാര്യമില്ല. ഒരുപാട് ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചെറിയ ഇറക്കത്തിലൊക്കെ ഞാൻ മേ ബി കൈ കൊടുത്ത് തന്നെ പോയേനെ. പക്ഷേ ഞാനിവിടെ ആക്സിലേറ്റർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ, ത്രോട്ടിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ ഒരു മാക്സിമം റീജൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വണ്ടി സൈഡാക്കിയിട്ട് കാണിച്ചു തരാം. റോഡിലൊക്കെ പണി നടക്കുന്നുണ്ട്, നമുക്കിവിടെ നിർത്താം. ഇപ്പോൾ കണ്ടോ 72% ബാറ്ററി കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ എഡിറ്റിങ്ങിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 72% ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ 57 കിലോമീറ്റേഴ്സാണ് റേഞ്ച് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 70 കിലോമീറ്റേഴ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 13 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഞാനിപ്പോൾ ഇവരുടെ റേഞ്ച് അനുസരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഓൾറെഡി ഞാൻ 17.4 കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞു. വണ്ടിയുള്ളത് സ്പോർട്ട് മോഡിലാണ്. നമുക്ക് ഈ ഒരു കീസൊക്കെ ടോഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡ്സ് എല്ലാം മാറ്റിയിടാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് വാർപ്പ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു 57 നിന്ന് നേരെ 51 എത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് വാർപ്പ് മോഡിൽ ഇടുമ്പോൾ ഇവർ റേഞ്ച് കാണിക്കില്ലായിരുന്നു. എന്തോ വൈ കെയർ അങ്ങനെ എന്തോ ആയിരുന്നു അവർ കാണിച്ചുകൊണ്ടിരുന്നുണ്ട്. പിന്നത്തെ ഒരു ജനറേഷൻ മുതലാണ് ആ ഒരു റേഞ്ച് കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് വാർപ്പ് മോഡിൽ നമ്മൾ എത്ര കൈ കൊടുക്കുന്നു എന്നനുസരിച്ച് ഇരിക്കട്ടെ നമ്മുടെ ആ ഒരു റേഞ്ച്. അതുപോലെ ഞാൻ റൈഡ് മോഡിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ അത് 57 ഉണ്ടായിരുന്ന സ്പോട്ടിൽ നിന്ന് 63 ആയിട്ടുണ്ട്. ഇക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ 76 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കോ മോഡിൽ ഭയങ്കര സ്ലഗ്ഗി ഫീൽ ഉണ്ടാവാൻ എനിക്കിഷ്ടമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഇക്കോ മോഡിൽ എടുക്കാം. പക്ഷേ ഭയങ്കര കണ്ടോ, ഞാൻ ആക്സിലേറ്റർ നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ടും ഭയങ്കര സ്ലോ ആയിട്ടാണ് അത് വണ്ടി ആ സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് ലോങ് റണ്ണിലേക്ക് ഉപയോഗിക്കണം. നല്ല ഹൈവേ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് പിക്ക് ചെയ്ത് ഒരു 40 പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ അപ്പോഴും ആ ഒരു റീജിയൻ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു കോസ്റ്റിംഗ് റീജിയൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 20 km/h സ്പീഡിന് മുകളിലാണെങ്കിൽ ഉണ്ടാവും ഒരു കോസ്റ്റിംഗ് റീജിയൻ വർക്ക് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ ആ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോസ് കണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും മാക്സ് ത്രോട്ടിൽ നമ്മൾ ക്ലോസ് ചെയ്തു. സ്പോർട്ട് മോഡിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. റോഡ് സൈഡിൽ ചക്കയൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഏതറിലാണെങ്കിലും ഓലയിലാണെങ്കിലും മറ്റ് പല സ്കൂട്ടേഴ്സിനെ അപേക്ഷിച്ച് എനിക്ക് ഏതർ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ എനിക്ക് തോന്നിയിരുന്നു. കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നത് ഓലയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് യൂസ് ടു ആയതുകൊണ്ടാവാം മേ ബി എനിക്ക് കുറച്ചുകൂടി ഏതർ ബെറ്റർ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുപോലെ ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, പക്ഷേ ഏതർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവരിതുവരെ ചീത്തപ്പേരൊന്നും എൻ്റെ അറിവിൽ കേൾപ്പിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഇടയ്ക്ക് എവിടെയോ ഒരു കത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരുപാട് ചീത്തപ്പേരുകൾ, ഒരുപാട് സോഫ്റ്റ്വെയർ ഗ്ലിച്ചോ സംഭവമൊന്നും അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡ് തന്നെയായിട്ടും ഏതർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതർ റിസ്ത എന്ന് പറയുന്ന ഒരു ഫാമിലി ഫ്രണ്ട്ലി സ്കൂട്ടറും ഒരുപാട് ആളുകൾ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അപ്പെക്സ് എന്നെന്തോ പേരിൽ 450 അപ്പെക്സോ അങ്ങനെ എന്തോ പേരിലൊരു സൂപ്പർ ഭയങ്കര പവറൊക്കെ ആയിട്ടൊരു ഐറ്റം കൂടി അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ട്രാക്കിലൊക്കെ ഓടിച്ചൊക്കെ കാണിച്ചിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് കളർ സ്കീമൊക്കെ ആയിട്ട് ഒരു ഡിഫറെൻറ്റ് ബ്ലൂവിൽ. അപ്പോൾ എനിക്കത് ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 വർഷത്തിന് മുകളിലായി യൂസ് ചെയ്യുന്നു. അത്യാവശ്യം നമ്മൾ ഒരുപാട് തവണ ടയേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു തവണ ഞാൻ ബെൽറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ മൈനർ ചേഞ്ചസൊക്കെ മൈനർ മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഹെയ്ത്തർ വൈറ്റിലയുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ഇവരുടെ സർവീസ് സെൻറ്റേഴ്സ് ആണെങ്കിലും സെയിൽസ് സെൻറ്റേഴ്സൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ പിന്നെ ലോങ് റൈഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിട്ട് സീറ്റ്സ് ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇരിപ്പൊന്നും എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടി ബൈക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാവാം എനിക്ക് കുറച്ചുകൂടി എന്തോ ഈ കൈ താഴോട്ടിരിക്കുന്നതുകൊണ്ടാവാം ഒന്ന് ഇങ്ങനെ കുഞ്ഞുകൂടി ഇരിക്കുന്നൊരു ഫീലുണ്ട് എനിക്ക്. പക്ഷെ നമുക്ക് അപ്രൈറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയൊക്കെ അപ്രൈറ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം റൂമൊക്കെ ഉണ്ട്. സീറ്റ്സ് അത്യാവശ്യം നല്ല വൈഡൊക്കെയാണ്. 22 ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ബൂട്ടിലുണ്ട്.
അപ്പോൾ ഏതറിൻ്റെ സ്റ്റോറേജ് സ്പേസ് മറ്റ് വേറെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറവായിട്ടൊക്കെ തോന്നും. കാരണം എനിക്ക് തോന്നുന്നു ഓലയ്ക്ക് 33 അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് S1 പ്രോക്കൊക്കെ. പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിനാണ് വരുന്നത്. കാരണം അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ കൂടി ആവാം. നമ്മൾ ലിറ്റേഴ്സിൻ്റെ കണക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഈ ഒരു വൈനിങ് ഉണ്ടല്ലോ, ആ ഒരു മോട്ടറിൻ്റെ വൈനിങ്, ആ ഒരു സൗണ്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഒരു സ്കൂട്ടർ എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ. കാരണം സ്കൂട്ടേഴ്സ് ഓൾവേസ് ഇങ്ങനെ ആയിരുന്നു. നമുക്ക് റൈറ്റ് ഹാൻഡിൽ നമ്മുടെ ഫ്രണ്ട് ബ്രേക്കും ലെഫ്റ്റിൽ ബാക്ക് ബ്രേക്കും അങ്ങനെ തന്നെയായിരുന്നു സ്കൂട്ടേഴ്സ് ഉണ്ടായിരുന്നത്. ബ്രേക്സ് ഇതിനൊരു കോമ്പി ബ്രേക്ക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2 തവണയായിട്ടോ എൻ്റെ ഇന്നത്തെ ഈ റൈഡിൽ ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ റിയർ വീലൊന്ന് ചെറുതായിട്ട് സ്കിഡ് ആവുന്നുണ്ട്. ആ ഒരു ട്രാക്ഷൻ നഷ്ടപ്പെടുന്നുണ്ട്. എല്ലായിടത്തും റോഡ് പണിയാണ് ഫുള്ള്. ഈ ഒരു റോഡൊക്കെ ആക്ച്വലി എൻ്റെ നാടായ മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളത്തുള്ള റോഡൊക്കെ ഉണ്ടല്ലോ, ആക്ച്വലി ഒരു മിനിമം ഒരു 4 ലെയിൻ ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം അത്രയധികം ട്രാഫിക്കുള്ള അത്രയധികം മൂവ്മെൻ്റ് ഉള്ളൊരു റോഡാണിത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഈസ് കേരളം. എന്ത് ചെയ്യാനാ, ഒരുപാട് വർഷങ്ങളായി ഇത്രയും കണ്ടോ നിങ്ങൾ ഈ ട്രാഫിക് കാണുന്നുണ്ടാവുമല്ലോ. ഇതങ്ങനെ 4 ലൈൻ ആക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച പോലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇത് ആക്ച്വലി കൊച്ചി മധുര ദേശീയപാതയാണ് കേട്ടോ. NH49 ആണിത്. എന്നിട്ടാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു പത്ര റിപ്പോർട്ടിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ 4 എയർപോർട്ട്സ് ആണ് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ചർച്ചകൾ. ഓക്കെ, കണ്ണൂർ എയർപോർട്ട് വരുന്നതിന് മുൻപ് ഒരു ചർച്ചകൾ നടന്ന സമയത്താണ് ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നുണ്ടായിരുന്നു ഒരു നാഷണൽ ഹൈവേ പോലും ആക്ച്വൽ നാഷണൽ ഹൈവേയുടെ ആയ സ്റ്റാൻഡേർഡ്സിലേക്ക് ഇല്ലാത്തൊരു നാടാണ് കേരളം. എന്നിട്ട് അവിടെ ഇത്ര 4 ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അത്ഭുതമായിട്ട് 4 എയർപോർട്ട്സ് ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ അതും ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് എന്നൊക്കെ ഒരു അത്ഭുതമായിട്ട് പറയുന്നുണ്ടായിരുന്നു. കാരണം അതാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ ഒരു സംഭവം. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പുറത്തേക്കൊക്കെ പോകുന്നു, ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ശേഷം ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ടെർമിനൽസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് റോഡിനേക്കാളും എന്നാണ് തോന്നുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു റിപ്പോർട്ട് വായിക്കായിരുന്നു, എന്തുകൊണ്ടാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത് എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ ഒരു റീസണൊക്കെ ആയിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു ഈ നല്ല റോഡ്സ് ഇല്ല എന്നൊക്കെ ഉള്ളത്. അതുപോലെ റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ബാത്റൂംസ് ഇല്ല എന്നൊക്കെ കഴിഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടൊരു സംഭവമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കൾച്ചറലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ നാടിനെ. കാരണം ഈ നമ്മുടെ നാടിനെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ കാണാത്തവരാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് ജീവിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം കേരളം സൂപ്പർബാണ്, ബെസ്റ്റാണെന്നൊക്കെ തന്നെ ഞാൻ പറയും. പക്ഷേ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ ഈ റോഡ്സും അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും അതുപോലെ വ്യവസായങ്ങളും സംഭവങ്ങളൊക്കെ ഒരുപാട് പുരോഗമിക്കാനുണ്ട്. ഇതിപ്പോൾ ഏതറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മൾ അവിടം വരെ എത്തി. എന്നാലും നമുക്ക് കമ്പയർ ചെയ്ത് പറയാം എന്തുകൊണ്ട് ഏതർ എന്നൊരു കമ്പനി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു നല്ലൊരു ഇലക്ട്രിക് മൊബിലിറ്റി അങ്ങനത്തെ ഒരു വാഹനം നമ്മൾ കേരളത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ ഞാൻ ഓടിക്കാൻ പോകുന്നൊരു വാഹനവും അതും ബാംഗ്ലൂരൊക്കെ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് കഴിവുള്ളവരുണ്ടായിട്ടും നമുക്ക് നാട്ടിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യുന്നതിനൊക്കെ നമ്മുടെ നാട്ടിൽ. നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ ഒരുപാട് തെന്നി മാറി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ഏതറിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു കോസ്റ്റിംഗ് റീജിയൻ എന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റേഞ്ച് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, അതിപ്പോൾ ഏതറിൻ്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കൈ കൊടുത്തത് ചാടി പിടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വൈനിങ് കൂടി ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും. നമ്മളിപ്പോൾ ഓടിക്കാൻ പോകുന്ന മുതൽ അതെന്തായാലും പറന്ന് നിൽക്കുന്നൊരു ജെറ്റ് ഐറ്റം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹിൻഡിൽ നിന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും മേ ബി ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമായിരിക്കും ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ ബാബ്സ് ഓട്ടോമോട്ടീവ്. അപ്പോൾ നമ്മളിത് വൈറ്റ് ലൈനിലുള്ള ഏതറിൻ്റെ ആ ഒരു ഷോറൂമിൽ വന്നിട്ട് അവിടുത്തെ ചാർജിങ് ഹബിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടോ 80% വരെയാണ് ചാർജ് ആവുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിന് അടുത്താണ് എടുത്തിട്ടുള്ളൂ 30%-ൽ നിന്ന് 80% എത്താൻ. അപ്പോൾ 80% വരെ ചാർജ് ആവുള്ളൂ. ഇപ്പോൾ 80% കാണിച്ചിട്ടുണ്ട്. 63 കിലോമീറ്റേഴ്സ് ഈ ഒരു സ്പോർട്ട് മോഡിൽ റേഞ്ച് കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഒരു വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ, കുട്ടി വീഡിയോ, അതിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൂ ദ ബൈക്കർ ഈസ് ഓൾ അബൌട്ട് 2 wheels ആൻഡ് ദ ജേർണീസ്. 2 wheelsനോട് ഇപ്പോൾ നമ്മൾ കുറച്ച് കാർ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.